ഇതെന്താ ഇന്നിവിടെ ആരും എണീറ്റില്ലേ? ചായ പോലും ഇട്ടില്ലല്ലോ. മണി 7 ആകുമ്പോ മുതൽ ചായ ചായ എന്ന് വിളിക്കുന്നവർക്കൊന്നും ഇന്ന് ചായ വേണ്ടേ? ചായപാത്രം എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? അർച്ചന പോകുന്നതിലുള്ള വിഷമമായിരിക്കും എല്ലാവർക്കും. നമ്പർ മാത്രമുള്ളല്ലോ. ആരായിരിക്കും ഇത്ര രാവിലെ? ഹലോ, ആരാ? കേൾക്കുന്നില്ലേ? ഹലോ, അയ്യോ, എന്താടി ഇത്ര ചിരിക്കാൻ? കൈ പൊള്ളിയോ? അതെങ്ങനാ? ആണ്ടിലൊരിക്കലല്ലേ അടുക്കള കയറുന്നത്. നിങ്ങളുടെ മനസ്സേ കല്ല. അർച്ചനയേട്ടത്തെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അത് വളരെ ക്രൂരമായി പോവും. നിങ്ങൾ ഒറ്റൊരാളാ ഇതിനെല്ലാം ഉത്തരവാദി. വാചകടിക്കാതെ ചായ ഇടുന്നുണ്ടോ? ഒരു സപ്പോർട്ടുകാരി വന്നിരിക്കുന്നു. അവൾ ഇറങ്ങിപ്പോവാൻ തന്നെ തീരുമാനിച്ചതല്ലേ, അതിന് ഞാനാണ് ഉത്തരവാദി. പിന്നല്ലാതെ ഈ കുത്തത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കിയത് ചേച്ചി ഒറ്റ ഒരുത്തിയാ. എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള ചേച്ചിയുടെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, സമ്മതിക്കണം. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? അധികം വർത്താനൊന്നും പറയണ്ട, ഒരേക്ക് ചായ ഇടാൻ നോക്ക്. എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ തന്നെത്താൻ ഉണ്ടാക്കി കുടിച്ചാ മതി. നന്ദേട്ടാ, കുറച്ചു നാളത്തേക്ക് ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവാ. എന്റെ മുന്നില് വേറെ വഴിയില്ല. നന്ദേണ്ണി കിടക്കുന്നത് പോലും എന്റെ കുഞ്ഞിന്റെ ദോഷമായിട്ടാ ഇവിടെ എല്ലാവരും പറയുന്നത്. നന്ദേട്ടൻ അങ്ങനെ ഒരിക്കലും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1000 കുടത്തിന്റെ വാ മൂടി കെട്ടിയാലും ഒരു മനുഷ്യന്റെ വാ മൂടി കെട്ടാൻ നമുക്ക് പറ്റില്ലല്ലോ. അടുത്തു നന്ദേട്ടാ, ഇനി ഇവിടെ നിന്ന
എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് നന്ദേട്ടൻ. നന്ദേട്ടന്റെ അനിയത്തിയായിട്ട് ഈ വീട്ടിൽ വന്നത് മുതൽ നന്ദേട്ടൻ എന്നോട് കാണിച്ച വാത്സല്യവും കരുതലും ഇതൊന്നും എന്റെ കുഞ്ഞിന്റെ ദോഷമല്ല എന്നുള്ളത് എനിക്ക് തെളിയിക്കണം. ഓ, നീ അയാളോട് യാത്ര പറയായിരുന്നോ?